വൈകുന്നേരം 5 മണിയായി. നമുക്ക് എണീറ്റ് നമ്മുടെ ലാസ്റ്റ് നൈറ്റ് ഷിഫ്റ്റിന് പോവാം. ഇത്ര പെട്ടെന്ന് 5 മണിയായോ? ശരിക്കും അലാം അടിച്ചോ? അതോ ഇനി ഞാൻ സ്വപ്നം കാണുമല്ലാണോ? ഇങ്ങനത്തെ ഒരു ലോഡ് ചിന്തയായിട്ടായിരിക്കും എണീറ്റ് വരുന്നത്. ഈ രണ്ടാമതെങ്ങാനും കിടന്നാൽ ഉറങ്ങിപ്പോയി, എണീക്കാൻ താമസിച്ച്, ഒരുങ്ങാൻ താമസിച്ച്, ബസ് മിസ്സായി, ഡ്യൂട്ടിക്ക് നിന്ന് താമസിച്ച്, ലേറ്റായിട്ട് മെഡിസിൻ തുടങ്ങി, അങ്ങനെ എല്ലാം കോളാവുന്നൊരു ചിന്ത വരുമ്പോൾ ഒരു ട്രാക്കിൽ കയറും. പിന്നെ ലാസ്റ്റത്തെ നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ടും ഇത് കഴിഞ്ഞ് 2 ദിവസം ഓഫ് ഉള്ളതുകൊണ്ടും ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ലൊരു കൂലി പാസ്സാകുമ്പോഴത്തേക്കും കുറച്ച് കിളികളൊക്കെ വന്നിട്ടുണ്ടാവും. നൈറ്റ് ഷിഫ്റ്റ് ഉള്ള ദിവസം പ്രത്യേകിച്ച് ഒരു പണിയും ചെയ്യാതെ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വന്ന് കുളിച്ച് കയറി കിടന്നുറങ്ങി അടുത്ത ഡ്യൂട്ടിക്ക് പോകുന്ന എനിക്ക് 2 ദിവസമൊക്കെ ഒരു നൈറ്റ് ഡ്രസ് ഇടാം. അതാണ് എൻ്റെ ഒരു തിയറി. കുളി കഴിഞ്ഞ് വന്ന് പിന്നെ ഒരു കട്ടൻ ചായയും പിന്നെ കേക്കിന്റെ ബാക്കി ഉണ്ടായിരുന്ന ഒരു കഷ്ണോടെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ബാക്കി ഉണ്ടായിരുന്ന കിളികളും കൂടെ വന്നു. പിന്നെ നേരത്തെ യൂണിഫോം അയൺ ചെയ്ത് വെക്കുന്ന സ്വഭാവമൊന്നും എനിക്ക് തീരെയില്ല. അതിപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ആയാലും ഡേ ഷിഫ്റ്റ് ആയാലും. ഈ ഷിഫ്റ്റ് ഉള്ളപ്പോൾ ഫുഡിന്റെ കാര്യമൊക്കെ കണക്കാണ്. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാത്തതുകൊണ്ടും രാത്രി ഇനി അത്താഴം കഴിക്കാനില്ലാത്തതുകൊണ്ടും ഞാൻ വിചാരിച്ചു ചോറ് കഴിക്കാമെന്ന്. ഇവിടെ ഇപ്പം അത്യാവശ്യം നല്ല തണുപ്പായതുകൊണ്ടും പിന്നെ തണുപ്പ് സഹിക്കാനുള്ള കപ്പാസിറ്റി എനിക്ക് കുറച്ച് കൂടുതൽ കുറവായതുകൊണ്ടും 2 ജാക്കറ്റ് ഇട്ടിട്ടാണ് ഞാൻ പോവാറ്. വീട്ടിൽ നിന്ന് സോപ്പിട്ടിട്ട് ഇറങ്ങിയതാണെങ്കിലും ഇവിടെ വന്ന കാര്യങ്ങളൊക്കെ നേരിട്ട് പുള്ളിക്കാരനോട് ഒന്നുകൂടെ പറഞ്ഞില്ലെങ്കിൽ ആ ഡ്യൂട്ടി ഒരു സുഖം ഉണ്ടാവില്ല.